ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു നല്ല ദിവസത്തിൻ്റെ പ്രഭാതം കണ്ടുണരുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിച്ച വലിയ കൃപകൾക്കായിട്ട് നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. എല്ലാവരെയും ഇന്നത്തെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് ഞാൻ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം എൻ്റെ പ്രഭാത വന്ദനത്തെയും ഞാൻ അറിയിക്കുന്നു. ഇന്ന് നമുക്ക് അല്പനേരം ചിന്തയ്ക്കായിട്ട് നൽകിയിരിക്കുന്ന വേദഭാഗം ഹോശേയുടെ പ്രവചന പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ളതായ വേദഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നാം ഇന്ന് അല്പം ചിന്തിക്കുവാൻ തക്കവണ്ണം പോകുന്നത്. ഹോശേയ 6-ാം അധ്യായം 1 മുതൽ 3 വരെ. നമുക്കറിയാം, ഇന്ന് ഉള്ളതായ ഈ ലോകം, ഭൂരിപക്ഷം ആളുകളും ദൈവത്തെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. പാപം ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതായ, അധർമ്മം ഏറ്റവും കൂടുതൽ പെരുകിക്കൊണ്ടിരിക്കുന്നതായ ഒരു കാലത്താണ് ഞാനും ഇന്നും ജീവിക്കുന്നത്. നിങ്ങളും ഓരോരുത്തരും ഇതൊക്കെയും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കണ്ടുവരുന്നതായ ഒരു പ്രക്രിയയാണ്. നാം മൊബൈൽ എടുത്താൽ, ന്യൂസ് ചാനൽ നോക്കിയാൽ ഒക്കെയും ഡെയിലി കൊലപാതകങ്ങൾ, ദുഷ്ടത, കവർച്ചകൾ, അങ്ങനെ പീഡനങ്ങൾ, പലമായ മനുഷ്യ മനസ്സിനെ നടുക്കുന്ന തരത്തിലുള്ളതായ അക്രമങ്ങൾ നാം വായിക്കുന്നു, കാണുന്നു. അപകടങ്ങൾ നാം കാണുന്നു. ആർക്കും ദൈവത്തെ അന്വേഷിക്കുവാനോ ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകുവാനോ സമയമില്ലാത്തതായ ഈ കാലത്ത് ഈ ഹോശേയുടെ പ്രവചന പുസ്തകം 6-ാം അധ്യായം പറയുന്നു, റിട്ടേൺ അൺടു ദ ലോർഡ്. നമുക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകാം. അങ്ങനെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നാം മടങ്ങി ചെല്ലുമ്പോൾ ദൈവം എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് വെച്ചിരിക്കുന്നത് എന്ന്, നമുക്ക് നൽകി തരുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് അതിൻ്റെ താഴത്തേക്കുള്ളതായ വേദഭാഗങ്ങൾ വായിക്കുന്നു. ഞാൻ ഇപ്രകാരം വായിക്കുന്നു, നിങ്ങളും ശ്രദ്ധയോടെ ആയിരിക്കുക. വരുവിൻ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. നാം അവൻ്റെ മുൻപാകെ ജീവിക്കുകയും ചെയ്യും. നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിവാൻ നാം ഉത്സാഹിക്കാം. അവൻ്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. അവൻ മഴ പോലെ, ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. നോക്കി, എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പലരും ദൈവത്തെ മറന്നുകൊണ്ട്, ദൈവിക ന്യായപ്രമാണത്തെ വെറുത്തുകൊണ്ട്, മറന്നുകൊണ്ട് ദുഷ്ടന്റെ അധീനതയിൽ ജീവിക്കുന്നു. പാപങ്ങൾ ചെയ്തുകൊണ്ട്, ദൈവത്തിനെതിരെ പ്രവർത്തിച്ചുകൊണ്ട് ഒരു കൂട്ടം ജനത ഇന്നും നിലകൊള്ളുന്നു. എന്നാൽ തിരുവചനം പറയുന്നു, നാം യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങിച്ചെല്ലുക. അങ്ങനെ നാം മടങ്ങിച്ചെല്ലുമ്പോൾ യഹോവ നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നതായ പല കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മുടെ ഈ അവസ്ഥ, പാപമംഗലമായ ഈ അവസ്ഥ മുഴുവനായിട്ട് മാറണം. ദൈവത്തോട് എതിർത്ത് നാം ജീവിക്കുമെങ്കിൽ ദൈവം തീർച്ചയായും അതിന് മറുപടി അല്ലെങ്കിൽ ശിക്ഷ നമുക്ക് നൽകിയിരിക്കും. ഇവിടെ പറയുന്നു, വരുവിൻ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. മറ്റാരുടെയും അടുക്കലേക്കല്ല. അവർക്കൊരു ബോധ്യമുണ്ടായിരുന്നു, മറ്റാരുടെയും അടുക്കൽ ചെന്ന ഒരു രക്ഷ ഉണ്ടാകില്ല എന്ന്. രക്ഷ വ്യക്തിപരമാണ്. ഞാൻ രക്ഷപ്പെട്ടാൽ എൻ്റെ കുടുംബം രക്ഷപ്പെടുമെന്നല്ല. ഞാൻ നന്നായി ജീവിച്ചാൽ, ദൈവത്തെ മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് എൻ്റെ ഹൃദയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഞാൻ മാത്രം രക്ഷപ്പെടും. അതുപോലെ നമ്മുടെ കുടുംബത്തിലും ആ സത്യം മനസ്സിലാക്കിക്കൊണ്ട് അവരെയും നമുക്ക് രക്ഷയുടെ പാതയിലേക്ക് നയിച്ചു കൊണ്ടുവരാൻ തക്കവണ്ണം കഴിയും. പക്ഷേ അവരെ നമുക്ക് രക്ഷപ്പെടുത്തുവാൻ സാധ്യമല്ല. സാൽവേഷൻ ഈസ് ഇൻഡിവിജ്വൽ. രക്ഷ വ്യക്തിപരമാണ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ നാം ഇതൊക്കെയും മാറ്റിവെച്ചുകൊണ്ട്, ഈ തിരക്കുകളൊക്കെയും മാറ്റിവെച്ചുകൊണ്ട് നാം നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയുക. അങ്ങനെയെങ്കിൽ താഴെ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് ലഭ്യമാകും. നമ്മെ സൗഖ്യപ്പെടുത്തും, നമ്മുടെ മുറിവ് കെട്ടും. മുറിവെന്ന് പറയുന്നത് വൂണ്ട്, നമ്മുടെ തൊലിക്ക് പുറമെ ഉള്ളതായ മുറിവല്ല.
മാനസികമായി, ആത്മീകപരമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഏൽക്കുന്ന മുറിവുകൾ, അതിനൊക്കെയും ദൈവം ശമനം നൽകും, സമാധാനം, സന്തോഷം നൽകും. അവിടുത്തെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനം എന്ന് സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നു. അവിടുത്തെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് ഗ്രേറ്റ് പീസ്, മഹാസമാധാനം, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല എന്ന് കാണുന്നു. നാം യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ നാം ഒരു സ്റ്റെപ്പ് ദൈവത്തിന്റെ അടുക്കിലേക്ക് നാം വെക്കുമ്പോൾ, തിരിച്ച് ദൈവം നമ്മളോട് അടുത്തു വരുന്നു. എന്തൊക്കെ കൊണ്ടാണ്? സൗഖ്യമാക്കും. ദൈവം നമ്മെ സൗഖ്യമാക്കും. നമ്മുടെ മുറിവുകൾ കെട്ടിത്തരും. നമ്മുടെ എല്ലാ രോഗങ്ങളിൽ നിന്നും സൗഖ്യപ്പെടുത്തും. നമ്മുടെ മുറിവ് കെട്ടിത്തരും. അവൻ നമ്മെ ജീവിപ്പിക്കും. ഒരു പുതിയ ജീവിതം നമുക്ക് നൽകും. ഒരു നിത്യത നമുക്ക് ഉറപ്പാക്കും. 3-ാം ദിവസം ദൈവം നമ്മെ എഴുന്നേൽപ്പിക്കും. നാം വീണ് പ്രയാസത്തിലായിരിക്കുന്നുവെങ്കിൽ നമ്മെ എഴുന്നേൽപ്പിക്കും. നീതിമാൻ വീഴുകയില്ല എന്നല്ല, നീതിമാൻ 7 പ്രാവശ്യം വീണാലും ദൈവം അവനെ എഴുന്നേൽപ്പിക്കും എന്നാണ്. അങ്ങനെ നാം അവന്റെ മുൻപാകെ, ദൈവ മുൻപാകെ ജീവിക്കുകയും ചെയ്യും. അതുപോലെ പറഞ്ഞിരിക്കുന്നു, യഹോവയെ അറിവാം നാം ഉത്സാഹിക്കാം. യഹോവ ആരെന്ന് രുചിച്ചറിയുവാൻ തക്കവണ്ണം നാം ഉത്സാഹിക്കാം, നാം മനസ്സിലാക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുക. കർത്താവ് യേശു ക്രിസ്തുവിനെ നമുക്ക് എത്രത്തോളം അറിയാം? വ്യക്തിപരമായിട്ട് യേശു ക്രിസ്തുവിനോട് അടുത്ത് ജീവിക്കുന്ന എത്ര പേരുണ്ട് എന്ന് നാം ചിന്തിക്കുക. നാം നമ്മെ തന്നെ ശോധന ചെയ്യുക. അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കിലേക്ക് വരും. ആ ഒരു സന്തോഷത്തിന്റെ അനുഭവം, ആ പിന്മഴയുടെ ഒരു അനുഭവം നമ്മളിലേക്ക് വ്യാപകമാവും തീരും. ഇതൊക്കെയും നടക്കുന്നത് നാം ആദ്യമേ ഒരു കാര്യം ചെയ്തത് കൊണ്ടാണ്. എന്താണ്? വരുവിൻ, നാം യഹോവയുടെ അടുക്കിലേക്ക് ചെല്ലുക. റിട്ടേൺ ടു ദ ലോർഡ്. നമ്മൾ തിരികെ, അല്ലെങ്കിൽ തിരിച്ച് ദൈവത്തിന്റെ അടുക്കിലേക്ക് നാം ചെല്ലുകയാണെങ്കിൽ, മടങ്ങി ചെല്ലുകയാണെങ്കിൽ, തീർച്ചയായും ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമ്മുടെ മുറിവ് കെട്ടിത്തരും, നമ്മെ സൗഖ്യപ്പെടുത്തും, നമ്മെ ജീവിപ്പിക്കും, നമ്മെ എഴുന്നേൽപ്പിക്കും, നമ്മെ അനുഗ്രഹിക്കും. മഴ പോലെ, ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ നമ്മുടെ അടുക്കിലേക്ക് ദൈവം വരും. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നവരായി തീരുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരും സഹായിക്കുമാറായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസത്തിന്റെ പ്രഭാതം കാണുവാൻ തക്കവണ്ണം ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് അടിയങ്ങൾ കേൾപ്പിച്ച നല്ല ചിന്തയ്ക്കായി സ്തോത്രം. കർത്താവെ, അന്ത്യനാളുകളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അടിയങ്ങൾ അങ്ങിൽ നിന്നും ഒരുപാട് അകലെയാണ്. അങ്ങിലേക്ക് അടുത്തു വരുമ്പോൾ അങ്ങ് അടിയങ്ങളോട് അടുത്തു വരും. അങ്ങ് അടിയങ്ങളെ മുറിവ് കെട്ടിത്തരും. അങ്ങ് അടിയങ്ങളെ സൗഖ്യപ്പെടുത്തും. ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ അടിയങ്ങളുടെ അടുത്തേക്ക് വന്ന് അനുഗ്രഹങ്ങൾ നൽകും. അങ്ങ് അടിയങ്ങളെ എഴുന്നേൽപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവെ, ഇതൊക്കെയും വരുവാൻ തക്കോണം ഇടയായത് അങ്ങയുടെ അടുക്കിലേക്ക് അടിയങ്ങൾ മടങ്ങി വരുന്നത് കൊണ്ടാണ്. കർത്താവെ, അത്തരത്തിലുള്ളൊരു അനുഭവം അടിയങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ തക്കണം അടിയങ്ങളെ സഹായിക്കണം. കർത്താവെ, ഈ അന്ത്യനാളുകളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അടിയങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിൽ മുറ്റുമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ അറിഞ്ഞിരിക്കുന്ന സത്യത്തിൽ അടിയുറച്ച് ജീവിക്കുവാൻ തക്കോണം, വിശ്വാസത്തോടെ ജീവിക്കുവാൻ തക്കോണം അടിയങ്ങളെ സഹായിക്കണം. കർത്താവെ, ഇന്ന് വചനം കേട്ടതായ എല്ലാ ദൈവമക്കളിൽ മേലും അങ്ങയുടെ ആത്മാവിനെ പകർന്നു നൽകി പ്രിയപ്പെട്ടവർക്കും വേണ്ടുന്നതായ ഒരു ഉണർവ് പകരുവാൻ തക്കോണം സഹായിക്കണം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ആൻഡ് ആമേൻ. ഒരു നല്ല ദിവസത്തിന്റെ ആശംസ ഞാൻ നേർന്നുകൊള്ളുന്നു. ആമേൻ.